ഹലോ കൂട്ടുകാരെ, വെൽക്കം. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ തയ്യൽ സംബന്ധമായ വീഡിയോ കാര്യം. നമ്മളൊരു ഇടയ്ക്ക് കുറച്ച് തയ്യൽ വീഡിയോ ഇട്ട് പിന്നെ ഒരു മുടങ്ങിപ്പോയി. പിന്നെ നമ്മളിപ്പോൾ അടുത്ത തയ്യൽ വീഡിയോയിലേക്ക് കാലടി എടുത്ത് വെച്ചപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സാധാ ബ്ലൗസ് വെച്ച് എങ്ങനെ നമ്മൾ അളവെടുക്കാം. ഇന്ന് അളവുകൾ മാത്രമാണ് നമ്മളിന്ന് രേഖപ്പെടുത്തുന്നത്. അപ്പം ശ്രദ്ധിക്കുക. ശ്രീസ് വ്ലോഗ്സ്, എൻ്റെ പേര് ശ്രീകല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കണെ ക്ലിക്ക് ചെയ്ത് ആളെന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ഉടനെ നിങ്ങളുടെ ഫോണിൽ എത്തിച്ചേരുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ നമുക്ക് എന്നാ ചെയ്യാം, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ഫസ്റ്റ് എന്തോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇതാണ് അളവ് ബ്ലൗസ്. ഗ്രീൻ കളറിൽ അടിപൊളി ഒരു ബ്ലൗസ് എടുത്ത് വെച്ചേക്കും. ഇത് അമ്മയ്ക്കാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ അളവുകൾ എഴുതാൻ വേണ്ടി നമ്മളൊരു നോട്ട് ബുക്കിൽ കുറച്ച് വിവരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഉയരം, ചുറ്റളവ്, മുൻകഴുത്ത് അകലം, അകലം എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. മൂക്കിൻ്റെ അകലമല്ല, അകലമെന്ന് വെച്ചാൽ നീളം. മുൻകഴുത്ത് ഉയരം എന്ന പൊക്കം, ആംഹോൾ, ഷോൾഡർ, പിൻകഴുത്ത് ഉയരം, കൈ, പടി, പിന്നെ ഫ്രണ്ട് ഫസ്റ്റ് സൈഡ് ഡാട്ട് പിടിക്കുന്നത്, പിന്നെ താഴെ പ്ലസ് മുക്കാലെന്നിട്ടേക്ക് നമ്മൾ പടിയുടെ അളവുകൾ. അപ്പോൾ ഇത് ഞാനൊരു ഫോട്ടോ എടുത്ത് ഇട്ടേക്കാം. ഇല്ലെങ്കിൽ ഈ അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എങ്ങനെ കാണുന്നതിന്. ശരി, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടേക്കുന്ന ഉയരമാണ് നമുക്ക് ഫസ്റ്റ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഉയരം കാണുമ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് എടുക്കണം. ബാക്ക് എടുത്തിട്ട് ഒരുപാട് ചുരുങ്ങിയിരിക്കുന്ന ബ്ലൗസ് ആണെങ്കിൽ പ്ലീസ് ദയവ് ചെയ്തൊന്ന് അയൺ ചെയ്തേക്കണം കേട്ടോ. ഇതുണ്ടല്ലോ നമ്മുടെ ഈ ഷോൾഡർ ടു ഈ താഴെ നമുക്ക് ഡോട്ട് പിടിക്കുമല്ലോ, ബാക്കിൽ ഡോട്ട്, ഇത് ഇവിടെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടും. അപ്പുറമൊക്കെ ആണെങ്കിൽ ഇച്ചിരി വലിഞ്ഞുകൊണ്ട് പോകും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഷോൾഡറിൻ്റെ സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്തേക്കുന്നില്ല അവിടെ വച്ച് നമ്മുടെ ഈ ഡോട്ട് പിടിച്ചേക്കുന്നില്ലേ താഴെ വരെ നല്ല ടൈറ്റായിട്ട് കറക്റ്റായിട്ട് വലിച്ചു പിടിക്കും. ഇപ്പം നമുക്ക് 13.5 വരുന്നുണ്ട്. 13.5 നമുക്ക് പുറവിൻ്റെ ഉയരം. 13.5 ഇതിനെ നമുക്ക് പ്ലസ് 1.5 നമ്മൾ തയ്യൽ തുമ്പിന് മേലും താഴെ മടക്കി അടിക്കാൻ ചിത്തോനയും വേണമല്ലോ മടക്കി അടിക്കാൻ വേണ്ടിയത്. പക്ഷേ നമുക്കിവിടെ നമ്മുടെ ബ്ലൗസ് തരുമ്പോഴേ പറഞ്ഞ് 4 ഇഞ്ച് താഴെ കൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 13.5 എന്ന് പറയുന്ന ഒരു 13.25 വയ്ക്കുക. ഇതാണ് നമ്മുടെ കറക്റ്റ് പോയിൻറ്റ്. പ്ലസ് ഇതിൻ്റെ കൂടെ ഒരു 1.5 വെച്ചാൽ നമുക്ക് എവിടെ 13.25, 14.25, 15.25. കറക്റ്റല്ലേ? അപ്പോൾ ബാക്കിൻ്റെ ഉയരം നമുക്ക് പൊക്കം 15.25 കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത് എന്നതാ കാണാനുള്ളതെന്ന് വെച്ചാൽ, ഇതിലെഴുതിയിരിക്കുന്നത് ചുറ്റളവാകുമ്പോൾ ഫ്രണ്ടിൻ്റെ മാത്രമാണ് ചുറ്റളവ് കാണുന്നത്. ഈ ഹൂക്ക് ഇത് തമിഴ്നാട്ടിലെല്ലാം വന്ന് ഹൂക്ക് വന്ന് ഇടത് സൈഡാണ് വയ്ക്കുന്നത്. ഹൂക്ക് പടി നമുക്ക് കേരളത്തിൽ വലതുവശത്ത്. അപ്പോൾ ഈ ഹൂക്കിൻ്റെ ഈ എൻഡിൽ നിന്ന് ഈ ആമുഹോളുണ്ടല്ലോ അവിടെ വരെ നല്ല ടൈറ്റായിട്ട് പിടിച്ച്, ക്രോസ് കട്ടിങ് ബ്ലൗസ് ആണെങ്കിൽ വലിച്ചാൽ വലിഞ്ഞുകൊണ്ട് പോയി, അത് നമ്മളൊരളവിനെ വലിക്കാവൂ. ഈ കറക്റ്റ് എൻഡിൽ നിന്ന് കണ്ട 9.25 വരാൻ ചാൻസ് ഇല്ലല്ലോ അമ്മയ്ക്ക്. ശകലം ലൂസാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ബ്ലൗസ്. 9.5. അപ്പം നമ്മുടെ ആക്ച്വൽ അളവ് 9.5 പ്ലസ് ഇവിടെ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കിട്ടണം. ഒരു എക്സ്ട്രാ ഒരു തയ്യലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ കേസ് നമുക്ക് ഫ്യൂച്ചറിൽ അഴിച്ചുവിടേണ്ടി വന്നാൽ അഴിച്ചുവിടാൻ വിടാം. അപ്പോൾ 9.5 പ്ലസ് 2 11.5. ഇനി അടുത്ത് കാണാൻ മുൻകഴുത്ത് അകലം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രണ്ട് കഴുത്തിൻ്റെ വ്യാപ്തി. അപ്പം നമ്മൾ ഹൂക്ക് ഉള്ള സൈഡിൽ നമ്മൾ എപ്പോഴും ഹൂക്കുള്ള സൈഡ് വെച്ച് അളവെടുക്കാവൂ, അതാണ് കറക്റ്റ്. അപ്പോൾ ഇതിനെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ വയ്ക്കുക. കറക്റ്റ് റൗണ്ടായിട്ട് വച്ചിട്ട്
ഈ ഹൂക്ക് സൈഡ് ഉണ്ടല്ലോ, ഈ ഹൂക്ക് സൈഡിൽ നിന്ന് ദേ ഇവിടെ വരെ ഇതുവരെ സ്ട്രെയിറ്റ് ആയിട്ട് ടേപ്പ് വച്ചിട്ട് നമ്മൾ ഈ ടേപ്പിനെ മടക്കണം. മടക്കുമ്പോൾ നമുക്ക് എവിടെയാണ് കറക്റ്റ് ബോക്സ് ആയിട്ട് കിട്ടുന്നതെന്ന് നോക്കിയോ. കണ്ട, നമുക്കിപ്പോൾ കഴുത്ത് അകലം 2.5 വന്നിട്ടുണ്ട്. 2.5 അതുപോലെ കിട്ടണം അകലം. ഇനി മുൻകഴുത്തിൻ്റെ പൊക്കം എത്രയാണെന്ന് വെച്ചാൽ പൊക്കം നോക്കുന്നത് ആ സൈഡ് തന്നെ ഇങ്ങനെ വച്ചിട്ട് ഇതിപ്പോൾ അയൺ ചെയ്ത് ദാണ്ട് ഇവിടാണ് തയ്യൽ കിടക്കുന്നത്. ഇതാണ് നമ്മുടെ മടക്ക്. അങ്ങനെ അങ്ങ് മടക്കി വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ ആ മടക്ക് വെച്ച് മടക്കല്ലല്ലേ സ്റ്റിച്ചിങ് എവിടെയാണോ അവിടെ വെച്ചിട്ട് ഇപ്പം നമ്മൾ ബോക്സ് ചെയ്തില്ലായിരുന്നോ, അതുപോലെ ബോക്സ് ചെയ്യണം. ഇപ്പം നമുക്ക് ബോക്സ് കിട്ടിയേക്കുന്നത് 5-ലാണ്. അപ്പോൾ ആ ഉയരത്തിന് 5 അതുപോലെ അങ്ങ് ഇട്ടേക്കണം. ഇനി അടുത്ത് നമ്മൾ ആം ഹോൾ എത്ര വേണ്ടുന്നതെന്ന് നോക്കണം. ആം ഹോൾ നോക്കാം. ഷോൾഡറും സ്ലീവൂടെ ജോയിൻ്റ് ആവുമല്ലോ കട്ട് മാർക്ക്. ആ കട്ട് മാർക്കിൽ നിന്ന് ദേ ഈ ആം ഹോൾ കറക്റ്റായിട്ട് കാണാമോ. വരുന്നിടത്ത് നമ്മളൊരു ബോക്സ് ചെയ്ത് ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്നത് 4.25. ചിലവരുണ്ട് ഇങ്ങനെ ഇളക്കും, പക്ഷെ എനിക്കതറിയത്തില്ല. ഞാൻ ഈ അളവാണ് പഠിച്ചിട്ടുള്ളത്. 4.25 ആം ഹോൾ അതുപോലെ എഴുതാം. നെക്സ്റ്റ് വന്ന് ഷോൾഡർ കാണുമ്പം ഷോൾഡറിൻ്റെ അറിയാമല്ലോ, ഇവിടെ നിന്ന് കറക്റ്റ് സ്ലീവ് അറ്റാച്ചിങ് വരെ 2.5 വന്നിട്ടുണ്ട്. ചില തയ്യൽക്കാരുടെ വിശേഷം എന്ന് വെച്ചാൽ ഒരിട 2 ആണെങ്കിൽ ഒരിട 2.25 കാണും. അതുകൊണ്ട് നമ്മൾ 2 ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. 2 വ്യത്യാസമായ നമ്പറാണെങ്കിൽ എൻ്റെ സെൻറ്ററിൽ വെച്ച് പിടിച്ചോളൂ. ഇപ്പോൾ ഇത് 2 കറക്റ്റ് 2.5 വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഷോൾഡർ 2.5, തയ്യൽ തുമ്പിന് നമ്മളൊരു 3/4 ഇഞ്ച് വേണം, 4 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. അപ്പം 3.25 വരും നമുക്ക് ഇത്. ഇനി നമുക്ക് ഇപ്പോൾ ബാക്കിന് എത്ര പൊക്കം ഉണ്ടെന്ന് നോക്കാം. ഇങ്ങോട്ടും അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാമേ. കറക്റ്റായിട്ട് ഇങ്ങനെ വച്ചിട്ട് ഏഴ് ആ സൈഡിൽ നോക്കണം, മറക്കാതെ ഈ സൈഡും നോക്കണം. കാലിഞ്ച് കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം 7 വന്നിട്ടുണ്ട് ഇതിന്. അപ്പോൾ നമ്മൾ 6.25 വേണം ഇടാൻ. കാര്യം അമ്മ കഴുത്തിൻ്റെ ഇറക്കം കൂടുതലാണെന്ന് പറഞ്ഞു. അപ്പം പിൻകഴുത്ത് നമുക്ക് 6.25 നിർത്താം. ഇനി അടുത്ത് കൈ. ഷോൾഡർ നമ്മൾ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ കൈ 2 സൈഡും ചെക്ക് ചെയ്യണം. കാര്യം മനുഷ്യൻ്റെ കാര്യമല്ലേ, വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസുകൾ ഉണ്ട്. ഈ കൈ 7 വന്നിട്ടുണ്ട്. കണ്ടോ, ഇപ്പം മനസ്സിലായി നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം. 6.5, ഒരു കൈ 6.5, ഒരു കൈ 7. എന്നൊന്നും മനസ്സിലാവുന്നില്ല. 7, 6.5. അപ്പം നമുക്ക് വലതുവശത്തെ കൈയല്ലേ വെളി കാണുന്നത്. 6.5, 7, 6.5 വന്നു കഴിഞ്ഞാൽ നമ്മൾ 6.5 വേണ്ട 7 വേണ്ട, നമുക്കൊരു 6.25, കൈക്ക് 6.25 വയ്ക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ സാധാ ബ്ലൗസ് മടക്കി തയ്ക്കാനായതുകൊണ്ട് നമുക്കിതിന് 1.5 കൊടുക്കാം. അപ്പോൾ 6.25, 7.25, 8.25 വേണം നമ്മൾ അളവെടുക്കുക. ഇതേ നമ്മൾ പിന്നെ ലൈനിങ് ബ്ലൗസ് ആണെന്നുണ്ടെങ്കിൽ 1.5 കൊടുക്കണ്ട,
മുക്കാലും 6:45 മുക്കാൽ കൊടുത്ത് 7:30 മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് ലൈനിങ് ബ്ലൗസിന് ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങകത്ത് കയറ്റില്ല, അതിനോട് ഹെമ്മിങ്ങിൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഇനി നമുക്ക് കാണാനുള്ള പടി എന്ന് പറയുന്നത് ഈ സാധനമാണ് പടി, അറിയാമല്ലോ തയ്യൽക്കാർക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ എത്ര ചുറ്റളവ് എടുത്തിട്ടുണ്ടോ ചുറ്റളവിൻ്റെ 2 മൈനസ് ചെയ്താൽ നമുക്ക് പടി എടുക്കാം. 9.5 പടി വരുന്നത്. 11.5 നമുക്ക് പടി വന്നിട്ടുണ്ട്, അതിൽ നിന്ന് 2 മൈനസ് ചെയ്ത് 9.5 ആക്കിയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് ഡോട്ട് നമ്മൾ പിടിക്കണം. ഡോട്ട് കപ്പ് ഷേപ്പ് ഉണ്ടല്ലോ, അതിന് ഷോൾഡറിനെ സെൻറ്ററായിട്ട് വെച്ചിട്ട് അവിടെ പിടിച്ചോണം. അവിടെ പിടിച്ചിട്ട് ഈ കപ്പിനകത്തൊരു കപ്പിൽ കുത്തിയിട്ട് നമ്മൾ കപ്പ് എന്ന് നൂത്ത് വെച്ചിട്ട് ഇതാണ് നമ്മുടെ അളവ്. ഒരുപാട് വലിച്ചു കളയരുത്, പ്രശ്നമാവും. 11.4 ഇതിന് നമുക്ക് 3/4 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു 12 ഇഞ്ച് വരുന്നുണ്ട്. ഇനി ഫസ്റ്റ് ഉണ്ടല്ലോ ഇതിന് എത്ര വേണമെന്ന് നോക്കാം. ഇതിന് നമുക്കുള്ളത് 4.5 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയും മടക്കി തയ്ക്കണം, ഇവിടെ ഒരു ഡോട്ട് പിടിക്കണം, ഇവിടെയും വേണം. അപ്പോൾ 4.5 നമുക്ക് 1 ആഡ് ചെയ്യാം. ഇവിടെ ഒരു 5.5, മേല് 1/4 ഇഞ്ച്, താഴെ 1/4 ഇഞ്ച്, സെൻറ്ററിലൊരു 1/2. ഇനി സൈഡ് ഡോട്ട് പിടിക്കാൻ നമുക്ക് ജോയിൻറ്റിലിരുന്ന് ഈ താഴെ പടി ജോയിൻറ്റ് ചെയ്യുന്നത് 5.5 പ്ലസ് അതിനൊരു 1/2 ഇഞ്ച് 6. അപ്പോൾ ഫസ്റ്റ് 3/4 ഇഞ്ച് ആഡ് ചെയ്ത് ഫ്രണ്ട് ഡോട്ടിന് 3/4, ഫസ്റ്റ് ഡോട്ടിന് 1, ഇതിന് 1/2, 3-ന് 3 അളവാണ് ഡോട്ട് പിടിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിൻ്റെ പടി ഉണ്ടല്ലേ, പടി നമ്മുടെ നാട്ടിൽ പട്ടി എന്നാണ് പറയുന്നത് കേട്ടോ. ഇതാണ് പടിയുടെ ചുറ്റളവ് 3 സൈഡിലുള്ളത് നമ്മൾ എഴുതണം. എഴുതി കഴിയുമ്പോൾ കറക്റ്റ് ആ കപ്പ് ഷേപ്പ് കർവ് കറക്റ്റായിട്ട് അളവ് ബ്ലൗസ് പോലെ കിട്ടിയിട്ട് ഇവിടെ ഒരു 3 കിട്ടിയിട്ടുണ്ട്. ആ 3-നെ നമ്മൾ ഫസ്റ്റ് ഇവിടെ എഴുതണം. സെക്കൻഡ് നമ്മൾ പിടിക്കുന്നത് ഈ ഡോട്ട് വരുന്ന ഇവിടെ ജോയിൻ്റ് ഉണ്ടല്ലോ, അത് 3.25 2.25. അടുത്ത് ലാസ്റ്റ് ഈ പടി വരെ അത് നമുക്ക് 2.25 വന്നിരിക്കുന്നത്. 2 സൈഡ് ഒരേ അളവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 3, 2.25, 2.25 കൂടെ നമ്മൾ 3/4 ഇഞ്ച് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 3, 3/4, 3.25, 2.25, 3.5, ഇവിടെ ഒരു 3.5. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സാധാ ബ്ലൗസിൻ്റെ അളവെടുക്കുന്ന സിമ്പിളായിട്ടുള്ള രീതി. ഇതിപ്പോൾ എന്തോ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ ഈ അളവെടുക്കുന്നത് കേരളത്തിൽ വലതുവശം ഹൂക്ക്, ഇത് ഇടതുവശം ഹൂക്ക്. നമ്മൾ ഏത് സൈഡ് ഹൂക്ക് വരുന്നോ ആ സൈഡ് വെച്ച് അളവെടുക്കുക. ക്ലിയർ ആയിരിക്കും കാര്യങ്ങളെല്ലാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഇടുകയെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കണം. വേറെ എന്നാ സംശയങ്ങളൊക്കെ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്ന കാര്യം, നമുക്കൊരു സാധാരണ ഇപ്പോൾ ബ്ലൗസ് സ്റ്റിച്ചിങ് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ, ബിഗിനേഴ്സിന് മെയിനായിട്ട് മനസ്സിലാവണമെന്ന രീതിയിൽ സിമ്പിളായിട്ടും വളരെ ഹമ്പിളായിട്ടുമാണ് ഞാൻ പറഞ്ഞു തന്നേക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിച്ച് തയ്ക്കാൻ നോക്കുക. ഓക്കെ, നമ്മുടെ ബ്ലൗസ് നമ്മൾ തന്നെ തയ്ക്കുകയെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ. ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും, അതെല്ലാം മാറും. പിന്നെ അത് ലൈഫ് ലോങ് അത് പ്രശ്നമായിട്ടിരിക്കുമെന്ന് വിചാരിക്കേണ്ട. തെറ്റുകളൊക്കെ വന്നാലേ നമ്മളത് തിരുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ബ്ലൗസ് വീഡിയോസ്, സ്റ്റിച്ചിങ് വീഡിയോസ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളൊരു തൊഴിൽ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈനിങ് ബ്ലൗസ് തയ്ക്കാൻ എത്ര രൂപ വരും? കേരളത്തിലൊക്കെ 200 എന്നൊക്കെ പറയുന്നത്. 200 രൂപ നമ്മുടെ കയ്യിലിരിക്കും. അതുകൊണ്ട് ഒന്ന് പഠിച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ പഴയ മെഷീനൊക്കെ കിടക്കുമല്ലോ, ഒരു സാധാ ഒരു തുണി, 1 മീറ്റർ തുണിയോ 80 വാങ്ങി തയ്ച്ച് നോക്കുക. ആദ്യം വില കൂടിയ തുണിയെല്ലാം സിമ്പിളായിട്ട് വില കുറഞ്ഞ തുണികളൊക്കെ ഇഷ്ടംപോലെ കിട്ടുമല്ലോ,
ആ രീതിയിലുള്ളത് വാങ്ങിച്ചിട്ട് തയ്ച്ച് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, എന്നോടൊപ്പം വരിക. തീർച്ചയായിട്ടും ബ്ലൗസ് തയ്ക്കുന്ന എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ ഇടുന്നതായിരിക്കും. കട്ടിങ് വീഡിയോ, നമ്മളിപ്പോൾ അളവെടുത്തിട്ടേ ഉള്ളൂ, ഇനി കട്ട് ചെയ്യണ്ടേ. ഓക്കെ ടാറ്റ ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.